പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആരാധനയും തന്നെയാണ്. എല്ലാവരും പ്രസ്ഥാനം ത്രിയേക ദൈവത്തിനാണ് മഹത്വപ്പെടുത്തുന്നതാകട്ടെ. ഏറ്റവും നന്നായ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട അനീഷ് ചേച്ചി, മുഖ്യാതിഥിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സജി യോഹന്നാനച്ചൻ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പരിശുദ്ധ സഭ നമ്മുടെ കർത്താവിന്റെ രക്ഷാകരമായ കഷ്ടാനുഭവത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയും ലോകമൊക്കെയും ഇന്ന് കർത്താവിന്റെ പൂശാനം പെരുന്നാൾ ആചരിക്കുകയാണ്. ഞാൻ നിങ്ങളും അതിൽ പങ്കാളികളാവുകയാണ്. ഈ പെരുന്നാൾ ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത മാത്രം സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കാമെന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ പെരുന്നാളിൽ അല്ലെങ്കിൽ തന്നെ രാജാവായിട്ട് യെരൂശലേമിലേക്ക് സ്വീകരിച്ച് ആനയിക്കുമ്പോൾ അതിനെ സ്വീകരിക്കുന്നു? കർത്താവ് ഒരിക്കലും ഒരു പ്രശംസയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ഒരു അംഗീകാരവും ആവശ്യപ്പെടാതിരുന്ന തമ്പുരാൻ ഇവിടെ ഒരു കഴുതയെ അല്ലെങ്കിൽ കഴുതക്കുട്ടിയെ വരുത്തുകയും ശിഷ്യന്മാരെ പറഞ്ഞയച്ച് അതിനെ നിയോഗിച്ച് അയക്കുകയും അതിന്മേൽ കയറി യെരൂശലേമിലേക്ക് വലിയ ആരവത്തോടെ സ്വീകരണത്തോടെ കടന്നു വരികയും ചെയ്യുകയാണ്. കുട്ടികള് പൂശാനം പാടുകയാണ്. ഇത് കുട്ടികളുടെ പെരുന്നാളാണ്. അപ്രകാരം ഈ വലിയ മഹത്വ പ്രവേശനത്തിന്റെ അനുഭവം കർത്താവ് സ്വീകരിച്ചതിന് ദൈവികമായ നിയോഗമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരൻ അരുളിച്ചത് കർത്താവ് നിവൃത്തീകരിക്കപ്പെടുകയും ഇന്നത്തെ പഴയ വായനയിൽ തന്നെ ആ ഭാഗം രേഖപ്പെടുത്തുന്നത്. സക്രിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുന്നു, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കാൻ, യെരൂശലേം പുത്രിയെ ആർപ്പെടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺ കഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. ഈ പ്രവചനം നമ്മുടെ കർത്താവിന് നിവൃത്തിയാകുന്നതിന്റെ അനുഭവമാണ്. നമുക്കറിയാം, രാജാവാണ്, രാജാവാണ്. ഈ സൃഷ്ടിയെ അല്ലെങ്കിൽ ഈ ലോകത്തെയും ഇവരുടെ സകലത്തെയും സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ട് ഈ സൃഷ്ടി മുഴുവനും തന്നെ രാജാവായിട്ട് അംഗീകരിക്കുന്നതിന്റെ ആ വലിയൊരു അനുഭവമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യരുടെ വായിൽ നിന്ന് ഹോശന്ന എന്നുള്ളതായ ആ വിളി അല്ലെങ്കിൽ ആർപ്പുവിളി ഉണ്ടാകുന്നത്. ഹോശന്ന എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. ഇപ്പോൾ നിങ്ങളെ കടന്നു വന്ന് രക്ഷിക്കുക, കടന്നു വന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം മശിഹ എന്ന വീണ്ടെടുപ്പുകാർക്ക് വേണ്ടി ഇസ്രായേൽ ജനത വളരെ താല്പര്യത്തോടെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ വീണ്ടെടുപ്പുകാരനായ ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന യഥാർത്ഥ മശിഹ യേശു ക്രിസ്തു ആണ് എന്ന് ഇവിടെ തെളിയിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രവചനങ്ങളുടെ പൂർത്തിയായി കർത്താവ് ഈ ഭൂമിയിലേക്ക് രാജാവായിട്ട് യെരൂശലേമിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ഈ സൃഷ്ടി മുഴുവനും തന്നെ സ്വീകരിക്കുകയാണ്. അതിന്റെ ഒരു പ്രതികരണമാണ് വൃക്ഷങ്ങളിലുള്ള കൊമ്പുകൾ പിടിച്ചുകൊണ്ടും വൃക്ഷങ്ങളുടെ ഇലകൾ നിലത്ത് വിരിച്ചുകൊണ്ടും അതിലൂടെ യാത്ര ചെയ്യുന്നു, കഴുതയുടെ പുറത്ത് കയറുന്നു. അതുപോലെ തന്നെ കുട്ടികളും മനുഷ്യരെല്ലാവരും ആർത്ത് വിളിക്കുന്നു. അപ്പോൾ യഹൂദന്മാർ പറയുകയാണ്, ഇവരാർത്ത് വിളിക്കരുത്, അവരെ മിണ്ടാതാക്കുക, അവരെ ശബ്ദമുണ്ടാക്കാതിരിക്കാനായി അവരെ ശാസിക്കണം.
അതാ പറയുന്നത്, അവർ വിളിക്കട്ടെ. അവർ വിളിച്ചില്ലെങ്കിൽ ഈ കല്ലുകളാണെന്ന് വിളിക്കും. കാരണം പ്രകൃതി മുഴുവനായി തമ്പുരാനെ രാജാവായിട്ട് അവിടെ സ്വീകരിച്ചുകൊണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ പ്രതിഫലമാണ് അവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ച് ഇതെന്താണ്? ഞാൻ മുമ്പേ ഓർമ്മിച്ചല്ലോ, കുഞ്ഞുങ്ങളുടെ പെരുന്നാളാണ്. നമ്മളും ചെറുപ്പകാലത്തിലൊക്കെ ദേവാലയങ്ങൾ അനേകം കുട്ടികൾ നിൽക്കുകയും ഇപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളും ഈ പൂക്കളൊക്കെ വാരി എറിയുമ്പോൾ ഒരു ഉത്സാഹത്തിന്റെ സന്തോഷത്തിന്റെ അനുഭവമാണ്. കാരണം ഈ കുഞ്ഞുങ്ങളുടെ ആ പെരുന്നാളിനെ ആ കുഞ്ഞുങ്ങൾ ഏറ്റുപാടിയതുപോലെ തന്നെ ഞാനും നിങ്ങളും കർത്താവിനെ രാജാവായി സ്വീകരിച്ചുകൊണ്ട് ഏറ്റുപാടുന്ന, ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ആ വലിയ അനുഭവം ഉണ്ടാവും. അതാണ് പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ശിശുക്കളെ പോലെ ആകുന്ന അനുഭവം. അതിനുവേണ്ടി മുന്നമേ നമ്മൾ നീക്കേണ്ട കാര്യങ്ങളെ പറ്റി പത്രോസ്ലീഹ ഓർമ്മിക്കുകയാണ്. ആകയാൽ സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും എല്ലാ നുണയിലേക്ക് കളഞ്ഞു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിക്കും. ഇപ്പോൾ ജനിച്ച ശിശുക്കളിലുള്ളതായ ആ ശ്രേഷ്ഠതയിൽ എന്ന് പറയുന്നത് അവരിൽ ദുഷ്ടതയില്ല, ഒരു ചതിവുമില്ല, ഒരു വ്യാജഭാവവുമില്ല, അസൂയയില്ല, നുണയില്ല. പക്ഷേ നമ്മളിലൊക്കെ ഈ വിധങ്ങളാകുന്ന പലതരമായ തെറ്റുകളും ഉണ്ടാവാം. അത് നമ്മളെ ആഗ്രഹിക്കുന്നില്ല. അത് നീക്കിക്കളഞ്ഞ് ശിശുക്കളെ പോലെയുള്ള അനുഭവം, അതാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് അരുളി ചെയ്യുന്ന അതേപോലെ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ശിശുക്കളുടെ മനോഭാവത്തിൽ വന്ന് തമ്പുരാന്റെ അവസാനം പാടി ഈ പെരുന്നാളിൽ നാം സംബന്ധിക്കുന്നുവെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ്? കർത്താവിന്റെ ആ മഹത്വ എഴുന്നള്ളതിൽ അല്ലെ 2-ാമത്തെ വരവിൽ കൈകൾ കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് വെള്ള നിലേക്ക് ധരിച്ച് ആ വിശുദ്ധന്മാരുടെ സംഘത്തിൽ നിന്നുകൊണ്ട് യേശുവിന് ഹോശാന പാടുവാൻ നമുക്കുള്ള ഭാഗ്യം ലഭിക്കും. അതിനുവേണ്ടി നോക്കി പാർന്ന് അതിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിന്റെ ലക്ഷ്യമെന്നുള്ളത്. അല്ലാതെ താൽക്കാലികമായ 30, 50, 60, 100 എത്ര വർഷം എന്നുള്ളതല്ലല്ലോ. അതിനേക്കാളും നിത്യമായ ഒരു ജീവിതത്തിന്റെ അനുഭവത്തെ ലക്ഷ്യമാക്കുകയാണ്. അതുകൊണ്ട് ശിശുക്കളുടെ ഭാവത്തിലേക്ക് തിരിഞ്ഞു വരുവാനും ആ കർത്താവിന്റെ 2-ാമത്തെ വരവിൽ ഈ മഹത്വത്തിന്റെ ഗുരുത്തോരകൾ പിടിച്ചുകൊണ്ട് അങ്ങേ എതിരേൽക്കുവാനുള്ള ആ ഭാഗ്യാവസ്ഥ ദൈവമേ എനിക്കും നിങ്ങൾക്കും നൽകുന്നതിന് വേണ്ടി തമ്പുരാനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. കർത്താവിന്റെ പീഡാനുഭവത്തിലുള്ള ശുശ്രൂഷകളിലൂടെ മഹത്തരമായ ഉയർപ്പുപെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടതും ഇത് തന്നെയാണ്. ആ കർത്താവിന്റെ നിത്യതയുടെ അവകാശിയായിട്ട് എനിക്ക് നിങ്ങൾക്കും പങ്കാളിയാകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് എൻ്റെ വാക്കുകൾ പറയുവാൻ തക്കവണ്ണം അവസരം നൽകിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടും ബഹുമാനപ്പെട്ട സജീവനാച്ചോടും നിങ്ങൾ ഏവരോടും ഉള്ളതായ സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.